നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ DMKയും AIDMKയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ MLA മാരും രാജിവെക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. ദ്രാവിഡ പാർട്ടികൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇത്. ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയെ ഒഴിവാക്കി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ഇരു പാർട്ടികളും ഒത്തുകളിക്കുന്നതായി TVK സംശയിക്കുന്നുണ്ട്. 108 സീറ്റുകൾ നേടിയ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതിനാൽ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കണമെന്നും TVK വാദിച്ചു. എന്നാൽ ഗവർണർ RV ആർലേക്കർ വിജയ് സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി നിഷേധിച്ചു. ഭൂരിപക്ഷം തികയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തീരുമാനം. ഭൂരിപക്ഷം കൈവരിക്കുന്നതിനായി വിജയ് അവതരിപ്പിച്ച പദ്ധതിയും അദ്ദേഹം അംഗീകരിച്ചില്ല. 118 നിയമസഭാ അംഗങ്ങളുടെ പിന്തുണ കത്തുകൾ നൽകണമെന്ന് ഗവർണർ നിർബന്ധിച്ചതോടുകൂടിയാണ് സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലായത്. തമിഴ്നാട് നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കുന്നതിന് ആവശ്യമായ ഭൂരിപക്ഷ പിന്തുണ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഗവർണറുടെ വിശദീകരണം. ഭൂരിപക്ഷം നേടാൻ TVKക്ക് ഇനി 10 സീറ്റുകൾ കൂടി ആവശ്യമുണ്ട്. ഇടതുപക്ഷവുമായി ചില ചെറിയ പാർട്ടികളുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം പാർട്ടി കോടതിയെ സമീപിക്കാൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർത്തതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികൾക്ക് തുടക്കമായിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് വെറും 10 സീറ്റുകൾ മാത്രം കുറവുള്ള വിജയെ പിന്തുണയ്ക്കാൻ പഴയ ശത്രുക്കളായ കോൺഗ്രസും AIDMKയും ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വെറുമൊരു സർക്കാർ രൂപീകരണം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു തരംഗത്തിൽ രാഷ്ട്രീയമായി മുങ്ങിപ്പോകാനിരിക്കാനുള്ള നിലനിൽപ്പിനായുള്ള പരക്കം പാച്ചിൽ കൂടിയാണ് എന്ന് വിലയിരുത്തുന്നുണ്ട്. പതിറ്റാണ്ടുകൾ നീണ്ട DMK ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ വിജയ്ക്കൊപ്പം ചേരുന്നത്. 1967 ശേഷം തമിഴ് മണ്ണിൽ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസിന് വിജയുമായുള്ള സഖ്യം രാഷ്ട്രീയമായ ഒരു തിരിച്ചുവരവിനുള്ള സുവർണ അവസരമായാണ് വിലയിരുത്തപ്പെടുന്നത്. DMKയുടെ തണലിൽ വെറും ഒരു ജൂനിയർ പാർട്ടികളായി കഴിഞ്ഞിരുന്ന കോൺഗ്രസ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി മാറാനും തമിഴ്നാട്ടിലെ 3ാം മുന്നണിയായി ഉയർന്നു വരാനുമുള്ള ശ്രമത്തിലാണ് ഈ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സർക്കാർ രൂപീകരണത്തിൽ കാലതാമസം നേരിടുകയും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ വിജയ് വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന ഭയമാണ് മിക്ക പാർട്ടികളുടെയും TVK പിന്തുണയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മറ്റ് പാർട്ടികൾക്ക് സ്ഥാനമില്ലാതാകുമെന്ന വലിയ ആശങ്കയാണ് ഈ പിന്തുണ മത്സരത്തിന് പിന്നിലെ പ്രധാന കാരണം. അധികാരത്തിൽ പങ്കാളികളായി തുടരുന്നതിലൂടെ അടുത്ത 5 വർഷമെങ്കിലും തങ്ങളുടെ പ്രസക്തി നിലനിർത്താനാണ് പ്രാദേശിക പാർട്ടികളും ഇപ്പോൾ ശ്രമിക്കുന്നത്. വിജയുടെ പിതാവ് SA ചന്ദ്രശേഖറാണ് കോൺഗ്രസിനെ ആദ്യം സഖ്യത്തിലേക്ക് ക്ഷണിച്ചത്. കോൺഗ്രസിന് നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രതാപം വീണ്ടെടുക്കാൻ വിജയ്ക്ക് സാധിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മടിച്ചു നിന്നെങ്കിലും DMK വിട്ട് താരതമ്യേന പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നിൽ നിൽക്കുന്നതിലെ ലാഭനഷ്ടങ്ങൾ അവർ വിശദമായി തന്നെ പരിശോധിച്ചു. ഡൽഹിയിൽ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ നടത്തിയ ഉന്നതതല ചർച്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് വിജയെ പിന്തുണയ്ക്കാൻ അന്തിമ തീരുമാനം എടുത്തത്.